സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്. എന്താണ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്? നമ്മൾ ബിൽഡിങ്ങിൽ വെക്കാറുണ്ട്. ആ ബിൽഡിങ് സ്റ്റേബിൾ ആണെന്ന് ഒരു സർട്ടിഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓതറൈസ്ഡ് സ്ട്രക്ചറൽ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തിരുന്ന ഡോക്യുമെന്റ് ആണ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ് ഓതറൈസ് ചെയ്യുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തി തരിക? അതേപോലെ ഡിസൈൻ സ്റ്റേജിലും വർക്കിംഗ് സ്റ്റേജിലും, ഈ ഡിസൈൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അത് വിൻഡ്, അതിലുള്ള ഡിസൈൻ ലോഡ്സ്, അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാ ലോഡുകളും അത് സ്ട്രക്ചറലി സ്റ്റേബിൾ ആണ് ഈ ബിൽഡിങ് എന്ന് അത് അനലൈസ് ചെയ്ത് നോക്കണം. അത് വർക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ അത് അതനുസരിച്ചാണെന്ന് നോക്കണം. ഇങ്ങനെ എല്ലാം ആ ഡിസൈൻ ലോഡ് ഇറത്തി വെക്കുകയാണെങ്കിൽ, വിൻഡ് ആണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ അതിലുള്ള ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, ഇതെല്ലാം പ്രോപ്പർലി കൺസിഡർ ചെയ്തിട്ടാണോ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുക. അപ്പോൾ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കുടെ ബിൽഡിങ് സേഫ്റ്റി യൂസ് ആണ് എന്ന് ഒരു പ്രൊഫഷണൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തു തരുന്നതാണ്. ഇത് എവിടെയൊക്കെയാണ് വേണ്ടി വരിക? ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് വേണ്ടി വരിക? ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ? ഇന്നത്തെ ലൈഫിലെ എല്ലാ കെട്ടിടങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ സർട്ടിഫൈഡ് ആയിട്ടുള്ള കെട്ടിടങ്ങളാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതല്ലേ? അപ്പം അതിൻ്റെ വഴികൾ എന്താണെന്ന് നോക്കാം. അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നോക്കാം. സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ സേഫ്റ്റി അഷുറൻസ് തന്നെയാണ്. നമ്മൾ പണിത ബിൽഡിംഗ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത ബിൽഡിംഗ് സേഫ്റ്റി യൂസ് ആണെന്ന് ഒരു സ്ട്രക്ചറൽ എക്സ്പേർട്ട് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ, ആ ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത് സേഫാണ്. അതിനകത്ത് ഡിസൈൻ ചെയ്ത ലോഡെല്ലാം പ്രോപ്പർലി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഏത് കേസിൽ വന്നാലും നമുക്കത് സുരക്ഷിതമാണെന്ന് കിട്ടുന്ന ഒരു ഉറപ്പുണ്ടല്ലോ. അതാണ് ഫസ്റ്റ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത് കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. നമ്മുടെ കെട്ടിടം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അപ്രൂവൽസ് എല്ലാം കിട്ടാനായിട്ട് ചില സമയങ്ങളിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായി കൂടിയേ തീരും. അതായത് ചെറിയ കെട്ടിടമാണെങ്കിലും വലിയ കെട്ടിടങ്ങളാണെങ്കിലും. ഇപ്പോൾ വലിയ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സിന് വേണ്ടി നമുക്ക് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ പോലും ചെറിയ കെട്ടിടങ്ങൾക്ക് പോലും, അവിടെ വളരെ ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്, അവിടെ വയ്ക്കുന്ന ചെറിയ കെട്ടിടങ്ങൾ പോലും സെറ്റിലായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർലി സ്ട്രക്ചറൽ ഡിസൈൻഡ് ആണ് ആ കെട്ടിടങ്ങളൊന്ന് ഉറപ്പുവരുത്താനായിട്ട് ലോക്കൽ അതോറിറ്റി, പഞ്ചായത്തുകൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആവശ്യപ്പെടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വർക്ക് കഴിയുമ്പോൾ സ്റ്റെബിലിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് അവർ ആവശ്യപ്പെടാറുണ്ട്. അടുത്തത് റിസ്ക് മിറ്റിഗേഷൻ. ഇപ്പൊ നമ്മളൊരു അപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നിരിക്കട്ടെ, ഒരു വീടല്ല, 50, 60, 100 യൂണിറ്റ് ഉള്ള അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ശരിക്കും ഒരു സ്ട്രക്ചറലി സ്റ്റെബിലിറ്റി ഉള്ള അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളൊരു ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എത്ര സേഫായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും? അതിലെന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടോ, ഇല്ലെങ്കിൽ സ്ട്രക്ചറലി അതിനകത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടോ എന്നൊക്കെ എല്ലാം പ്രോപ്പർലി സർട്ടിഫൈഡ് ആണെങ്കിൽ അത് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കാനും അത് റൺ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. അടുത്തത് ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻസിങ്. അതായത് നമ്മളുടെ കെട്ടിടത്തിന് ഒരു ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ അത് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം. അതല്ലാത്തൊരു കെട്ടിടത്തിന് ഒരാളും ഇൻഷുറൻസ് നൽകത്തില്ല. അതുപോലെ തന്നെ ഒരു ഫൈനാൻസ് കിട്ടണമെങ്കിൽ ഈ സ്ട്രക്ചറലി സ്റ്റേബിൾ ആയ കെട്ടിടങ്ങൾക്ക് മാത്രമേ ഫൈനാൻസ് കിട്ടുകയുള്ളൂ. അപ്പം കെട്ടിടങ്ങൾ പലപ്പോഴും നമുക്ക് അസറ്റായിട്ട് മാറാറുണ്ട്. ഈ അസറ്റുകൾ നമുക്ക് പ്ലഡ്ജ് ചെയ്ത് നമുക്ക് ഫൈനാൻസ് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സ്ട്രക്ചറലി സ്റ്റേബിൾ ആയ ഒരു കെട്ടിടമാണെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷയോട്ടോ ഒരു കാര്യമാണ് അവിടെ. ശരിക്കും അടുത്തത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതിപ്പോൾ വെള്ളപ്പൊക്കം വരുന്ന ഏരിയ ആണ്, എർത്ത് വരുന്ന ഏരിയ ആണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ കെട്ടിടം വെക്കണമെങ്കിൽ അതിന് എഗ്നിസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ കോഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ വെക്കുന്നതെന്ന് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യകതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൺവെൻഷണൽ ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കത്തില്ല. സോ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ സഹായത്തോടുകൂടി പ്രോപ്പർലി ഡിസൈൻ ചെയ്ത്, പ്രത്യേകിച്ച് ഏത് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് അവിടെ അഫക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എർത്ത് ആണ്, അല്ലെങ്കിൽ ഹൈലി വിൻഡ് അഫക്റ്റഡ് ഏരിയ ആണ്, അതല്ലെങ്കിൽ ഫ്ലഡ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് വരുന്നതിന് അനുയോജ്യമായ കോഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് ഉറപ്പുവരുത്തി ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നൽകിയിട്ട് മാത്രമേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ അതോറിറ്റികൾ അനുവദിക്കാറുള്ളൂ. അടുത്തത് ക്വാളിറ്റി അഷുറൻസ്. നമ്മൾ
അസറ്റുകളുടെ അല്ലെങ്കിൽ വീടിന്റെ ആധാരം സൂക്ഷിക്കാറുണ്ട് അല്ലേ? അപ്പം ഈ ആധാരങ്ങൾ സൂക്ഷിക്കുന്ന പോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി അഷുറൻസ് ഡോക്യുമെന്റ് ആണ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഒരു ക്വാളിറ്റി അഷുറൻസ് ഡോക്യുമെന്റ് ആണ്. നമ്മുടെ ബിൽഡിങ്ങിന്റെ വാല്യുവേഷൻ അസസ് ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ വാല്യുവേഷൻ കിട്ടാറുണ്ട്. കാരണം ഗസ് ചെയ്തല്ല, ഒരു പ്രൊഫഷണലി പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അഷ്വേർഡ് ആണെങ്കിൽ നമുക്ക് ബിൽഡിംഗ് വാല്യുവേഷനിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താം. എല്ലാറ്റിനും ഉപരിയായിട്ട് ശരിക്കും നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാ കെട്ടിടങ്ങളും വെക്കുന്നുണ്ട്, എല്ലാ എഞ്ചിനീയേഴ്സിൻ്റെ അല്ലെങ്കിൽ എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള കോഡ്സും അതിൻ്റെ കംപ്ലയിൻസ് എല്ലാം നോക്കിയിട്ടാണെന്നും അത് ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സമാധാനത്തോടുകൂടി ഉറങ്ങാനായിട്ട് ആ കെട്ടിടത്തിൽ നമുക്ക് സാധിക്കും അല്ലേ? അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഈ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടി വരിക? നമുക്ക് രണ്ട് രീതിയിലാണ് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക. ഒന്ന്, ഡിസൈൻ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഒരു കെട്ടിടം പ്ലാൻ ചെയ്യുമ്പോൾ ആർക്കിടെക്റ്റൊക്കെ പ്ലാൻ ചെയ്ത് അതൊരു പ്ലാൻ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ സോയിൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഒരു ഡിസൈൻ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ആ ഡിസൈൻ ഡോക്യുമെന്റ് അതിന് അനുയോജ്യമായ ആവശ്യമായിട്ട് എല്ലാ കോഡുകളും സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉറപ്പുവരുത്തുന്ന ഡിസൈൻ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്. അതാണ് ഫസ്റ്റ് പ്രിലിമിനറി ആയിട്ട് നമുക്ക് കിട്ടുക. അത് വെച്ചിട്ട് നമുക്ക് പെർമിറ്റും പെർമിഷൻസ് എല്ലാം എടുക്കാം. അത് കഴിഞ്ഞാൽ ഡ്യൂറിങ് കൺസ്ട്രക്ഷനിൽ പ്രോപ്പർ സൂപ്പർവിഷനിലൂടെ ഈ ഏത് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണോ ഡിസൈൻ ചെയ്തത് അവരുടെ ടീമോ കമ്പനിയുടെയോ അല്ലെങ്കിൽ സഹായത്തോടുകൂടി പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്ത് അത് പ്രകാരം തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ആഫ്റ്റർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആ സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് ഒരു ഫൈനൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്ന ആ ഒരു ഫൈനൽ ഡോക്യുമെന്റിനെയാണ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുക. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ഡോക്യുമെന്റ് ആയിട്ട് കരുതി നമ്മളെല്ലാവരും അതിൻ്റെ ഇമ്പോർട്ടൻസിലൂടെ ഉപയോഗിക്കേണ്ടതാണ്. താങ്ക് യു.